السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. آمين رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ കിതാബ് തൗഹീദ് എന്ന ഗ്രന്ഥത്തിൽ കഴിഞ്ഞ ദിവസം രണ്ട് ബാബുകൾ നാം വായിച്ചിരുന്നു. ഒന്ന്, ബാബു മാ ജാഅ ഫീ മൻ അബദല്ലാഹ ഇൻദ ഖബ്രി റജുലിൻ സാലിഹിൻ ഫകൈഫ ഇദാ അബദഹു. ഒരു സ്വാലിഹായ വ്യക്തിയുടെ ഖബറിൻ്റെ അടുക്കൽ അള്ളാഹുവിനെ ആരാധിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് തന്നെ ഉള്ള കാര്യങ്ങളും, അതുപോലെ തന്നെ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഗൗരവം അറിയിക്കുന്ന കാര്യങ്ങളും, അങ്ങനെയാണെങ്കിൽ ആ വ്യക്തിയെ തന്നെ ആരാധിച്ചാലുള്ള അവസ്ഥയും. മറ്റൊരു ബാബു മാ ജാഅ അന്നൽ ഗുലുവ ഫീ ഖുബൂരി സ്സാലിഹീൻ യുസീറുഹാ ഔഥാനൻ തുഅബദു മിൻ ദൂനില്ലാഹ്. ഖബറുകളുടെ വിഷയത്തിൽ, സ്വാലിഹീങ്ങളുടെ ഖബറുകളുടെ വിഷയത്തിൽ അതിര് കവിയുന്നത് ആ ഖബറുകളെ പിന്നീടൊരു വിഗ്രഹമാക്കുന്നതിൽ അല്ലെങ്കിൽ അതിനെ തന്നെ ആരാധിക്കുന്നതിലേക്ക് അത് മാറിയിട്ടുണ്ട് എന്നറിയിക്കുന്ന രണ്ട് ബാബുകളാണ് നമ്മൾ വായിച്ചത്. ഇതിനുള്ള മുമ്പുള്ള ബാബിൽ ശിർക്ക് മനുഷ്യരിലേക്ക് കടന്നു വന്നത് സ്വാലിഹീങ്ങളിലുള്ള ഗുലുവ് കാരണത്താലാണെന്ന് പറഞ്ഞു. അതിൻ്റെ ഘട്ടങ്ങളാണ് പിന്നീട് പറഞ്ഞത്. ആദ്യം സ്വാലിഹായ ഒരു വ്യക്തിയുടെ ഖബറിൻ്റെ അടുക്കൽ അള്ളാഹുവിനെ ആരാധിക്കുന്ന അവസ്ഥയുണ്ടാകും, പിന്നീട് ആ ഖബറിനെ തന്നെ ആരാധിക്കുന്ന അവസ്ഥയിലേക്ക് എത്തും. അപ്പോൾ അതിൻ്റെ മത്തിനിൽ വന്നിട്ടുള്ള ആയത്തുകളും ഹദീസുകളുമെല്ലാം നമ്മൾ കഴിഞ്ഞ ദർസിൽ വായിച്ചിരുന്നു. ഇനി ഇതിൻ്റെ ഈ രണ്ട് ബാബുകളുടെ ഷർഹ് ഇമാം സഅദി റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ അൽ ഖൗലു സദീദ് ഷർഹ് കിതാബി തൗഹീദ് എന്നുള്ള ആ കിതാബിൽ പറഞ്ഞിട്ടുള്ളതാണ് വായിക്കണം. ഈ രണ്ട് ബാബിൻ്റെ തലക്കെട്ട് കൊടുത്തിട്ട് ഇമാം സഅദി റഹിമഹുള്ള പറയുകയാണ്, മാ ദക്കറഹുൽ മുസന്നിഫു ഫിൽ ബാബൈനി. ഈ രണ്ട് ബാബുകളിൽ മുസന്നിഫ് അഥവാ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ള യത്തളിഹു ബിദിക്രി തഫ്സീലിൽ ഖൗലി ഫീമാ യുഫ്അലു ഇൻദ ഖുബൂരിസ് സാലിഹീൻ വഗൈരിഹിം, വ്യക്തമാക്കുന്നുണ്ട് എന്താണ് സ്വാലിഹീങ്ങളായ ആളുകളുടെ ഖബറിന്റെ അടുക്കൽ മറ്റുള്ളവർ പ്രവർത്തിക്കുന്നത് എന്താണ് എന്നുള്ളതിനെ വ്യക്തമാക്കി പറഞ്ഞു തരുന്നുണ്ട്. വദാലിക അന്ന മാ യുഫ്അലു ഇൻദഹാ നൗആൻ. അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാം, ഖബറുകളുടെ അടുക്കൽ ആളുകൾ ചെയ്യുന്ന കാര്യങ്ങൾ രണ്ടെണ്ണമാണ്, രണ്ട് തരത്തിലാണ്. മശ്റൂഉൻ മംനൂഉൻ. ഒന്ന്, ശറഇൽ പഠിപ്പിച്ചിട്ടുള്ള അനുവദനീയമായിട്ടുള്ള കാര്യങ്ങൾ. രണ്ട്, മംനൂ ആയിട്ടുള്ള വിരോധിച്ചിട്ടുള്ള കാര്യങ്ങൾ. അമ്മൽ മശ്റൂഉ ഫഹുവ മാ ശറഅഹു ശാരിഉ മിൻ സിയാറത്തിൽ ഖുബൂർ അലൽ വജ്ഹി ശർഈ മിൻ ഗൈരി ശദ്ദി റഹ്ൽ. മശ്റൂ ആയിട്ടുള്ള കാര്യം അഥവാ ദീനിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ചിട്ടുള്ള, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക കാണിച്ചിട്ടുള്ള സിയാറത്തുൽ ഖുബൂറാണ്, ഖബറുകളെ സന്ദർശിക്കലാണ്. അലൽ വജ്ഹി ശർഈ, ശർഈൽ പഠിപ്പിച്ച രീതിയിൽ, മിൻ ഗൈരി ശദ്ദി റഹ്ലിൻ, ഒരു യാത്ര കെട്ടിപ്പുറപ്പെടാത്ത അവസ്ഥയിൽ. കാരണം ഒരു യാത്ര, പുണ്യം പ്രതീക്ഷിച്ച് ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് ഒരാൾ യാത്ര ഒരുങ്ങി അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും എടുത്തു പോകുന്നുണ്ട് എങ്കിൽ 3 സ്ഥലങ്ങളിലേക്കാണ് അത് അനുവദനീയമായിട്ടുള്ളത്. ഒന്ന് കഅബ ഉള്ള ബൈത്തുൽ ഹറം, അതുപോലെ തന്നെ മസ്ജിദുൽ ഹറം, അതുപോലെ തന്നെ മസ്ജിദ് നബവി, പിന്നെ മസ്ജിദുൽ അഖ്സ. ഇതല്ലാത്ത ഒരു സ്ഥലത്തേക്കും ഒരു പുണ്യം പ്രതീക്ഷിച്ച് പ്രത്യേകം പ്രതിഫലം പ്രതീക്ഷിച്ച് കെട്ടിപ്പുറപ്പെടാൻ പാടില്ല. അപ്പൊ അങ്ങനെ അല്ലാത്ത രീതിയിൽ ഖബറിനെ സന്ദർശിക്കൽ അതാണ് ദീനിൽ അനുവദനീയമായിട്ടുള്ളത്. യസൂറുഹ അൽ മുസ്ലിമു മുത്തബിഅൻ ലിസ്സുന്ന. എന്തിനാണ് ഒരു മുസ്ലിം അവിടെ സന്ദർശിക്കുന്നത്? മുസ്ലിം സന്ദർശിക്കുന്നത് സുന്നത്തിനെ പിൻപറ്റിക്കൊണ്ടാണ്. ഫയദ്ഉ ലി അഹ്ലിഹാ ഉമൂമൻ, പൊതുവായിട്ട് ആ ഖബറാളികൾക്ക് മുഴുവൻ വേണ്ടി ദുആ ചെയ്യാനും, വലി അഖാരിബിഹി വ മആരിഫിഹി ഖുസൂസൻ, അവനറിയുന്ന അവന്റെ കുടുംബക്കാരായ ആളുകൾക്ക് പ്രത്യേകം ദുആ ചെയ്യാനും വേണ്ടിയിട്ടാണ് ഖബറിടങ്ങളിലേക്ക് പോകുന്നത്. ഫയകൂനു മുഹ്സിനൻ ഇലൈഹിം ബിദ്ദുആഇ ലഹും. അങ്ങനെ അവൻ എന്ത് ചെയ്യുന്നു? അഥവാ ദീനിൽ സ്ഥിരപ്പെട്ടിട്ടുള്ള ഖബർ സന്ദർശനം എന്താണെന്നാണ് പറയുന്നത്.
അങ്ങനെ ഖബർ സന്ദർശിക്കുകയും പൊതുവായിട്ട് മുസ്ലിമീങ്ങളുടെയും അതല്ലെങ്കിൽ അവന്റെ അടുത്ത കുടുംബക്കാരുടെയും എല്ലാം സന്ദർശിക്കുന്നത് മുഖേന അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്നത് മുഖേന അവൻ എന്തു ചെയ്യുന്നു? അവർക്ക് ഇഹ്സാൻ ചെയ്യുന്നു, ഒരു നന്മയാണ് ചെയ്യുന്നത്. ബിദുആഇ ലഹും വതലബിൽ അഫ്വി വൽ മഗ്ഫിറതി വറഹ്മതി ലഹും, അതുപോലെ തന്നെ ഖബറാളികൾക്ക് വേണ്ടി അവരുടെ പാപമോചനത്തിനും അവരോട് കാരുണ്യം കാണിക്കാനും എല്ലാം തേടുന്നത് വഴി ആ ഖബറാളികൾക്ക് ഒരു ഇഹ്സാൻ ചെയ്യുന്നു. വമുഹ്സിനൻ ഇലാ നഫ്സിഹി, അതുപോലെ തന്നെ അവന്റെ സ്വന്തത്തിനോടും അവൻ ഇഹ്സാൻ ചെയ്യുന്നവനാകുന്നു. ബിത്തിബാഇ സുന്നതി വതദക്കുരിൽ ആഖിറ വലിഇതിബാരി ബിഹാ വലിത്തിആദ്. എന്ത് മുഖേനയാണ് സ്വന്തത്തിനോട് ഇഹ്സാൻ കാണിക്കുന്നത്? ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പിൻപറ്റിക്കൊണ്ട്. രണ്ട്, പരലോകത്തെ ഓർത്തുകൊണ്ട്. മൂന്ന്, ആ ഖബറിടത്തിൽ ചെന്ന് നിന്നുകൊണ്ട് ഞാനും അതിലേക്ക് മടങ്ങേണ്ടവനാണല്ലോ എന്ന് ആലോചിച്ച് സ്വന്തത്തെ ഉപദേശിക്കുന്നത് കൊണ്ട്. ഈ കാര്യങ്ങളാണ് ശറഅാക്കിയിട്ടുള്ള ഖബർ സന്ദർശനം എന്ന് പറഞ്ഞാൽ. അപ്പൊ ഖബർ സന്ദർശിക്കുക എന്നുള്ള ദീനിലുണ്ട്, ഖബർ സന്ദർശിക്കാൻ ദീനുണ്ട്, സുന്നത്താണ്. എന്തിനു വേണ്ടിയാണ്? ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ. ഒന്ന്, ആ ഖബറാളികൾക്ക് ഇഹ്സാൻ എന്നോണം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ. അതുപോലെ തന്നെ സ്വന്തത്തിനോട് ഇഹ്സാൻ എന്നോണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് പിൻപറ്റുന്നു എന്നുള്ളത്. മൂന്നാമത്തേത്, നമുക്ക് പരലോകം ഓർമ്മിക്കാനും മരണത്തെ ഓർമ്മിക്കാനും ഖബർ ജീവിതത്തെ ഓർമ്മിക്കാനും എല്ലാമുള്ള ഒരു കാരണം എന്ന നിലയ്ക്ക്. ഇതാണ് ശറഅാക്കപ്പെട്ട ഖബർ സന്ദർശനം, ഖബർ സിയാറത്ത്. വഅമ്മൽ മംനൂഉ, എന്നാൽ വിരോധിക്കപ്പെട്ടിട്ടുള്ള ഖബർ സന്ദർശനം, ഖബർ സിയാറത്ത്, ഫഇന്നഹു നൗആൻ, അത് രണ്ട് തരത്തിലുണ്ട്. വിരോധിക്കപ്പെട്ടിട്ടുള്ള ഖബർ സന്ദർശനം രണ്ട് തരത്തിലുണ്ട്. അഹദുഹുമ, അതിൽ ഒന്നാമത്തേത് മുഹറമുൻ വവസീലത്തുൻ ലിശ്ശിർക്കി, ഹറാമായത്, ഷിർക്കിലേക്ക് എത്തിക്കുന്ന, ഷിർക്കിലേക്ക് ഒരു വഴിയാകുന്ന തരത്തിലുള്ള ഖബർ സിയാറത്ത്. കത്തമസ്സുഹി ബിഹാ, അതിനെ സ്പർശിച്ച് പ്രത്യേകം എന്തെങ്കിലും ഒരു സ്പർശിക്കുക. വതവസ്സുലി ഇലല്ലാഹ്, ആ ഖബറാളിയെ അള്ളാഹുലേക്ക് ഇടനിലക്കാരനാവുക. അള്ളാഹുവിനോടാണ് പ്രാർത്ഥിക്കുന്നത്, പക്ഷെ അള്ളാഹുലേക്ക് ഒരു വസീലയാക്കുക. ബിഅഹ്ലിഹാ വസ്സലാത്തി ഇൻദഹാ, ആ ഖബറിന്റെ അടുത്ത് പോയി നിസ്കരിക്കുക. അഥവാ സാലിഹ ഒരാളുടെ ഖബറാണ്, ഇവിടുന്ന് നിസ്കരിച്ചാൽ എനിക്കെന്തോ കൂലി കിട്ടും, അല്ലെങ്കിൽ ഈ നിസ്കാരം കൂടുതൽ സ്വീകരിക്കും, അങ്ങനെയുള്ള ചിന്തയിൽ ചെയ്യുന്നത് അത് വസീലത്തുൽ ലിശ്ശിർക്കാണ്. അതുപോലെ ഖബറിൽ എന്തെങ്കിലും തരത്തിലുള്ള വെളിച്ചം, പ്രകാശം, വിളക്ക്, ലൈറ്റ് കത്തിക്കുക, അതിന്റെ മേലെ എന്തെങ്കിലും എടുപ്പുണ്ടാക്കുക. അതുപോലെ പിന്നെ ഏതൊക്കെ തരത്തിലുള്ള അതിര് കവിയലുണ്ടോ ഖബറുമായി ബന്ധപ്പെട്ട് ആ കാര്യങ്ങൾ, ഇദാ ലം യബ്ലുഗ് റുത്ബത്തുൽ ഇബാദ, ഇബാദത്ത് ചെയ്തു എന്നുള്ള അവസ്ഥയിൽ എത്താത്ത രീതിയിലുള്ള ഇതുപോലെയുള്ള അതിര് കവിഞ്ഞുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ അത് ഹറാമാണ്, വസീലത്തുൽ ലിശ്ശിർക്കാണ്. അതാണ് നിരോധിക്കപ്പെട്ടതിൽ ഒന്നാമത്തെ ഇനം. രണ്ടാമത്തെ ഇനം വനഉസാനി ഷിർക്കുൻ അക്ബർ, വലിയ ഷിർക്കാണ്, മില്ലത്തിൽ നിന്ന് പുറത്താകുന്ന, നരകത്തിൽ ശാശ്വതമാകുന്ന ഷിർക്കാകുന്ന ഒരു കാര്യമാണ് മറ്റൊരു ഖബർ സിയാറത്ത്. അതെന്താണ്? അവിടെ ഖബറിന്റെ അടുക്കൽ പോയി കദുആഇ അഹ്ലിൽ ഖുബൂർ, ആ ഖബറാളികളോട് പ്രാർത്ഥിക്കുക. വലിസ്തിഗാസതി ബിഹിം, അവരോട് സഹായം തേടുക. വതലബിൽ ഹവായിജി ദുനിയവിയ്യ വൽ ഉഖറവിയ്യ മിൻഹും, ദുനിയവിയായിട്ടുള്ളതും ഉഖറവിയായിട്ടുള്ളതുമായ ആവശ്യങ്ങൾ അവരോട് ചോദിക്കുക, അവരോട് തേടുക. ഫഹാദ ശിർക്കുൻ അക്ബർ, ഇമാം സഅദി റഹിമഹുല്ലാഹ് പറയാണ് അത് ശിർക്കുൻ അക്ബറാണ്. വഹുവ ഐനുൻ മാ യഫ്അലുഹു ഉബ്ബാദുൽ അസ്നാം വഅസ്നാമിഹിം, ഇത് തന്നെയാണ് വിഗ്രഹങ്ങളുടെ അടുക്കൽ ആ വിഗ്രഹത്തെ ആരാധിക്കുന്ന ആളുകളും ചെയ്യുന്നത്, അത് ഒരുപോലെയാണ് എന്ന് ഇമാം സഅദി റഹിമഹുല്ലാഹ് പറയാം. അപ്പൊ എന്ത് മനസ്സിലായി? ഖബർ സിയാറത്ത് രണ്ട് തരത്തിലാണ്. മശ്റൂ ആയത് ദീനിൽ പഠിപ്പിച്ചിട്ടുള്ളത്, മംനൂ ആയത് ദീനിൽ വിരോധിച്ചിട്ടുള്ളത്. മശ്റൂ ആയത് എന്ന് പറഞ്ഞാൽ ഖബറാളിക്ക് വേണ്ടി ദുആ ചെയ്യാൻ, നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് പിൻപറ്റാൻ, നമുക്ക് മരണവും അതുപോലെ തന്നെ പരലോകവും എല്ലാം ഓർക്കാൻ. മംനൂ ആയത് രണ്ട് തരത്തിലാണ്. ഒന്ന് ഹറാമും വസീലത്തും ശിർക്കായിട്ടുള്ളത്, ആ ഖബറാളികൾ ഖബറിന്റെ അടുക്കൽ പോയി നിസ്കരിക്കുക, അല്ലെങ്കിൽ അവിടെ പോയി അവരെ തവസ്സുലാക്കിക്കൊണ്ട് അള്ളാഹുവിനോട് തേടുക, ആ തരത്തിലുള്ള കാര്യങ്ങൾ. രണ്ടാമത്തെ ഷിർക്കുൻ അക്ബറാണ്, ആ ഖബറാളിയോട് തന്നെ ദുആ ചെയ്യുക, സഹായം തേടുക എന്നീ കാര്യങ്ങൾ. എന്നിട്ട് ഇമാം സഅദി റഹിമഹുല്ലാഹ് പല ആളുകൾക്കിടയിലും ഇഷ്കാൽ ഉണ്ടാക്കുന്ന വലിയൊരു കാര്യമാണ്, ആ കാര്യത്തെ വ്യക്തമാക്കി പറയാണ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇമാം സഅദി റഹിമഹുല്ലാഹ് പറയാണ്, വലാ ഫർഖ في هذا بين أن يعتقد الفاعل لذلك أنهم مستقلون في تحصيل المطالبه أو متوسطون إلى الله. ഇവിടെ
ഈ പ്രവർത്തനം ഇപ്പൊ ഖബറാളിയോട് പോയി തേടുന്ന ദുആ ചെയ്യുന്ന ഒരു വ്യക്തി, ആ വ്യക്തി വിശ്വസിക്കുകയാണ്, ആ വ്യക്തി എന്തില്ല, ഈ ഖബറാളിയിൽ നിന്നല്ല എനിക്ക് കിട്ടുന്നത്, എനിക്ക് നന്മ കിട്ടുന്നതും ദോഷം തടയുന്നതും ഖബറാളികളിൽ നിന്ന് മാത്രമല്ല അള്ളാന്റെ നിന്നാണ് എന്ന് വിശ്വസിച്ചാലും, ഇനി അതല്ല ഖബറാളിയിൽ നിന്നാണ് എന്ന് വിശ്വസിച്ചാലും, അള്ളാഹുലേക്ക് ഒന്നെങ്കിൽ ഇയാളിൽ നിന്ന് തന്നെയാണ് എനിക്ക് നന്മ ലഭിക്കുന്നത് ദോഷം തടയെന്ന് വിശ്വസിച്ചാലും, അതല്ല ഇയാൾ അള്ളാഹുലേക്കുള്ള ഇടനിലക്കാരനാണെന്ന് വിശ്വസിച്ചാലും, അയാളോട് ദുആ ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് രണ്ടും തമ്മിലൊരു വ്യത്യാസമില്ല. അതായത് ചില ആളുകൾക്ക് ധാരണ ഉണ്ടാകും, ഖബറിൽ കിടക്കുന്ന ആളോട് പോയി ദുആ ചെയ്തു, പക്ഷെ അവര് പറയും ഞങ്ങൾക്ക് കിട്ടുന്നതൊക്കെ അള്ളാഹുവിൽ നിന്നാണെന്ന വിശ്വാസം, പക്ഷെ അവിടെ പോയി ദുആ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ വിശ്വാസമാണെങ്കിലും അതല്ല ഈ ഖബറിൽ കിടക്കുന്ന ആളാണ് എനിക്കിതെല്ലാം നൽകുക, എനിക്ക് ദോഷം തടയുക എന്ന് വിശ്വസിച്ചാലും അത് തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. എന്നിട്ട് ഇമാം സഅദി റഹിമഹുല്ലാഹ് ഇതിന് തെളിവ് പറയാണ്, ഫൈനൽ മുശ്രികീന യഖൂലൂൻ, കാരണം മക്കയിലെ മുശ്രിക്കീങ്ങൾ പറയാറുണ്ടായിരുന്നു, മാ നഅബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ, ഞങ്ങൾ അള്ളാഹുവിന് പുറമേയുള്ള ഇലാഹുകളെ ഇബാദത്ത് ചെയ്യുന്നത് എന്തിനു വേണ്ടി മാത്രമാണ്? അള്ളാഹുലേക്ക് അടുക്കാൻ വേണ്ടി മാത്രമാണ്. വയഖൂലൂൻ, അതുപോലെ തന്നെ അവർ പറയാറുണ്ടായിരുന്നു, വഹാഉലാഇ ശുഫആഉനാ ഇൻദല്ലാഹ്, ഈ ഇലാഹുകൾ, അവർ ആരാധിക്കുന്ന ഇലാഹുകൾ അള്ളാഹുലേക്ക് ഞങ്ങൾക്കുള്ള ശുപാർശകരാണ് എന്ന് മക്കയിലെ മുശ്രിക്കീങ്ങൾ പറയാറുണ്ടായിരുന്നു. അപ്പൊ മക്കയിലെ മുശ്രിക്കുകൾ മുശ്രിക്കാണെന്നുള്ളതിലും കാഫിറാണെന്നുള്ളതിലും സംശയമുണ്ടോ? ഇല്ല. പക്ഷെ അവര് പോലും പറയുന്നത് ഞങ്ങൾ അള്ളാഹുലേക്കുള്ള ഇടനിലക്കാർ എന്ന നിലക്ക്, അള്ളാഹുലേക്കുള്ള ശുപാർശകർ എന്ന നിലക്കാണ് ഇവരോട് ദുആ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ചെയ്യുന്ന ആളുകൾ, ഇപ്പൊ ഖബറിൽ പോയി പ്രാർത്ഥിക്കുന്ന ആളുകളോട് നമ്മൾ പറഞ്ഞാൽ അങ്ങനെ ചെയ്യരുത്, അള്ളാഹുവാണ് സൃഷ്ടാവ്, അള്ളാഹുവിനോട് മാത്രമാണ് ചോദിക്കുന്നത്. അപ്പൊ അവർ പറയും ഞങ്ങൾക്ക് അള്ളാഹുവിൽ നിന്ന് കിട്ടുന്നതിനെ ഞങ്ങൾ വിശ്വസിക്കുന്നുള്ളൂ, അള്ളാഹുവാണ് ഞങ്ങൾക്ക് തരുന്നത്, അള്ളാഹുവാണ് ഞങ്ങൾക്ക് കാര്യങ്ങൾ നടത്തി തരുന്നത്, ആ വിശ്വാസം ഞങ്ങൾക്കുള്ളൂ. ആ വിശ്വാസം പോരാ. അവർ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുലേക്കുള്ള ഇടനിലക്കാരൻ എന്നുള്ള വിശ്വാസത്തിൽ പ്രാർത്ഥിച്ചാലും, അതല്ല ഖബറാളിയിൽ നിന്നാണ് ഉപകാരം എന്ന നിലക്ക് പ്രാർത്ഥിച്ചാലും രണ്ടും ഒരുപോലെയാണ്. കാരണം മക്കയിലെ മുശ്രിക്കീങ്ങൾ ഇടനിലക്കാരാണ് എന്ന നിലക്കാണ് അള്ളാഹുവിന് പുറമെ ഇലാഹുകളോട് പ്രാർത്ഥിച്ചിട്ടുള്ളത്. എന്നിട്ട് ഇമാം സഅദി റഹിമഹുല്ലാഹ് പറയാണ്, ഫമൻ സഅമ അന്നഹു ലാ യക്ഫുർ മൻ ദഅ അഹ്ലൽ ഖുബൂരി ഹത്താ യഅതഖിദ അന്നഹും മുസ്തഖില്ലൂന ബിന്നഫഇ വദ്ദഫഇ വദ്ദർ, ആരെങ്കിലും വാദിക്കുകയാണ് എങ്കിൽ ഒരാൾ കാഫിറാകണമെങ്കിൽ ഖബറിൽ കിടക്കുന്ന ആളോട് ദുആ ചെയ്യുന്നവൻ ആ ഖബറാളിയിൽ നിന്ന് മാത്രമാണ് എനിക്ക് ഉപകാരമുള്ളത്, എനിക്ക് ഉപദ്രവം തടയുന്നത് എന്ന് വിശ്വസിച്ചിരുന്നെങ്കിൽ മാത്രമേ അവൻ ചെയ്ത പ്രവൃത്തി കുഫ്റാവുകയുള്ളൂ എന്ന് ആരെങ്കിലും വാദിക്കുന്നുണ്ട് എങ്കിൽ, ഒരാൾ വിശ്വസിക്കുകയാണ് അള്ളാഹുവാണ് എല്ലാ പ്രവർത്തനം ചെയ്യുന്നത്, ഈ ഖബറാളികൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്കും ഈ ദുആ ചെയ്യുന്നവരിലേക്കും ഇടയിലുള്ള ആളുകൾ മാത്രമാണ്, അവരോട് സഹായം തേടിയ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്താല് അവൻ കാഫിറാകൂല, അത് കുഫറല്ല എന്നെല്ലാം ഒരാൾ പറയുന്നുണ്ട് എങ്കിൽ, അങ്ങനെ വാദിക്കുന്നവൻ ഖുർആനും സുന്നത്തും കൊണ്ടുവന്നിട്ടുള്ളതിനെ കളവാക്കുകയാണ് ചെയ്യുന്നത്. ഖുർആനും സുന്നത്തും കൊണ്ടുവന്നിട്ടുള്ളത് കളവാക്കുകയാണ്. കാരണം ഒരിക്കലും അങ്ങനെ നടക്കില്ല. കാരണം മക്കയിലെ മുശ്രിക്കീങ്ങൾക്ക് അള്ളാഹുവാണ് റിസ്ക് നൽകുന്നത്, അള്ളാഹുവാണ് ഭക്ഷണം നൽകുന്നത്, അള്ളാഹുവാണ് ജീവിപ്പിച്ചത്, അള്ളാഹുവാണ് മരിപ്പിക്കുന്നത്, നല്ല വിശ്വാസമുണ്ട്. എന്നിട്ടും അവർ അള്ളാഹുവിന് പുറമെ അള്ളാഹുലേക്ക് ഇടനിലക്കാരാണ്, അള്ളാഹുലേക്ക് ശുപാർശകരാണ് എന്ന നിലക്കാണ് ഖബറാളികളെയും മറ്റുള്ള ഇലാഹുകളെയും ദുആ ചെയ്തത്. അവർ മുശ്രിക്കാണെങ്കിൽ ഈ ഖബറാളികളെ കൊണ്ട് മാത്രമേ അവരെ കൊണ്ട് ഉപകാരമുള്ളൂ വിശ്വസിച്ചാൽ മാത്രമേ ഒരാൾ മുശ്രിക്കാവുള്ളൂ എന്ന് എങ്ങനെ പറയാം? എന്നാലേ ശിർക്കാവുള്ളൂ എന്ന് എങ്ങനെ പറയാം? ഒരിക്കലും അത് ശരിയല്ല. അത് ഖുർആനെയും സുന്നത്തിനെയും കളവാക്കലാണ് എന്നൊരു പറയാണ്. വഅജ്മഅത് അലൈഹിൽ ഉമ്മതു മിൻ അന്ന മൻ ദഅ ഗൈറില്ലാഹ് അന്ന മൻ ദഅ ഗൈറല്ലാഹി ഫഹുവ മുശ്രികുൻ കാഫിറുൻ ഫിൽ ഹാലൈൽ മദ്കൂറൈൻ. ഉമ്മത്തിന്റെ ഇജ്മാ ഉള്ള ഒരു വിഷയമാണ്, അള്ളാഹുവിന് പുറമെ ആരെങ്കിലും മറ്റൊരാളെ വിളിച്ചു തേടിയാൽ, അത് ഈ രണ്ടവസ്ഥയിൽ, അവൻ ആ ഖബറാളികളെ കൊണ്ടാണ് ഉപകാരം ഉണ്ടാവുന്നത് എന്ന് വിശ്വസിച്ചാലും, അല്ല അള്ളാഹുവാണ് ഉപകാരം, ഇയാൾ ഇടനിലക്കാരനാണെന്ന് വിശ്വസിച്ചാലും, ഈ ഖബറാളിയോട് പ്രാർത്ഥിച്ചിട്ടുണ്ടോ അത് അവൻ മുശ്രിക്കും കാഫിറുമാണ് എന്നുള്ളതിൽ ഉലമാക്കൾ ഇജ്മാ ഉള്ള വിഷയമാണ്. സവാഅൻ ഇഅ്തഖദഹും മുസ്തഖല്ലീന ഔ മുതവസ്സിതീൻ. അതെ,
പിന്നെ അയാളിൽ നിന്ന് തന്നെയാണ് വിശ്വസിച്ചാലും ഇടനിലക്കാരനാണ് വിശ്വസിച്ചാലും അത് ഒരുപോലെയാണ്. വഹാദാ മഅലൂമുൻ ബിദ്ദറൂറത്തി മിൻ ദീനിൽ ഇസ്ലാം, ദീനിന്റെ അടിസ്ഥാനത്തിൽ പെട്ട നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ആ കാര്യം. ഫഅലൈക ബിഹാദ തഫ്സീൽ അല്ലദി യഹ്സുലു ബിഹിൽ ഫുർഖാന ഫീ ഹാദൽ ബാബ്, നീ ഈ കാര്യം കൃത്യമായി മനസ്സിലാക്കണം. ഈ വിഷയത്തിൽ ഈ രണ്ടിനെയും വേർതിരിക്കുന്ന ഈ കാര്യം കൃത്യമായി നീ മനസ്സിലാക്കണം. ഹാദൽ ബാബിൽ മുഹിം ഫീ ഹാദൽ ബാബിൽ മുഹിം അല്ലദി ഹസല ബിഹി മിനൽ ഇത്റാബിൽ ഫിത്ന, പല ആളുകളും ഫിത്നയിൽ അകപ്പെട്ടിട്ടുള്ള, സംശയത്തിൽ അകപ്പെട്ടിട്ടുള്ള ഈ കാര്യത്തിൽ വ്യക്തമായൊരു ധാരണ നിനക്ക് വേണം. മാ ഹസല വലം യൻജു മിൻ ഫിത്നതിഹി ഇല്ലാ മൻ അറഫൽ ഹഖ വത്തബഅഹു, ഹഖ് മനസ്സിലാക്കുകയും അതിനെ പിൻപറ്റുകയും ചെയ്യുന്നവനല്ലാതെ ഈ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടില്ല എന്ന് ഇമാം സഅദി റഹിമഹുല്ലാ പറയുകയാണ്. അപ്പോ ആ ശിർക്ക് എന്നുള്ളത് ദുആ ചെയ്തോ ഇല്ലയോ എന്നുള്ള വിഷയത്തിലാണ്, അല്ലാതെ ഇങ്ങോട്ടെന്ത് പ്രതീക്ഷിച്ചോ പ്രതീക്ഷിച്ചില്ലേ എന്നുള്ള വിഷയത്തിലല്ല. അതുകൊണ്ട് അള്ളാഹുവിന് പുറമെ ഒരാളോട് ദുആ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അയാളെ കൊണ്ട് നന്മ വരുമെന്ന് പ്രതീക്ഷിച്ചാലും അയാൾ മുഖേന അള്ളാഹുവിനെ കൊണ്ട് നന്മ വരുമെന്ന് പ്രതീക്ഷിച്ചാലും അള്ളാഹു അല്ലാത്ത ഒരാളോട് ദുആ ചെയ്യുകയോ ഇസ്തിഗാസ നടത്തുകയോ ചെയ്തോ അത് ശിർക്കാണ്, അവൻ മുശ്രിക്കും കാഫിറുമാണ് എന്നാണ് ഈ വിഷയത്തിൽ ഇമാം സഅദി റഹിമഹുല്ലാ ഈ ബാബുകളെ വിശദീകരിച്ച് പറയുന്നത്. ഇനി കിതാബു തൗഹീദിലെ അടുത്ത ബാബ്, ബാബു മാ ജാഅ ഫീ ഹിമായത്തിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനാബ തൗഹീദ് വസദ്ദിഹി കുല്ല ത്വരീഖിൻ യുവസ്സിലു ഇല ശിർക്ക്. അടുത്ത ബാബു വരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാ ജാഅ ഫീ ഹിമായത്തിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംരക്ഷിച്ച രീതി, ജനാബ തൗഹീദ്, തൗഹീദിന്റെ എല്ലാ മേഖലകളും, വസദ്ദിഹി കുല്ല ത്വരീഖിൻ, എല്ലാ മാർഗവും തടയുകയും ചെയ്തു, യുവസ്സിലു ഇല ശിർക്ക്, ശിർക്കിലേക്ക് നയിക്കുന്നതും. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിയോഗിക്കപ്പെട്ടത് തന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? തൗഹീദിനെ ദഅവത്ത് ചെയ്യാനും തൗഹീദിനെ പൂർത്തീകരിക്കാനും വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ശിർക്കിലേക്കുള്ള എല്ലാ കവാടങ്ങളെയും തടയാൻ വേണ്ടിയിട്ടുമാണ്. അതുകൊണ്ട് തന്നെ അത് പൂർത്തീകരിച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി പോയിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നിന്ന് അതുപോലെ തന്നെ ഖുർആനിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് എങ്ങനെയാണ് തൗഹീദിനെ സംരക്ഷിച്ചിട്ടുള്ളത് എന്ന്. ഒരു അംശം പോലും ശിർക്കിലേക്ക് എത്താനുള്ള അവസരത്തെ തടഞ്ഞുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ദീനെ പൂർത്തീകരിച്ചിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ ബാബുമായിട്ട് ഈ ബാബുകൾ തമ്മിൽ ഓരോ ബന്ധമുണ്ട്. അപ്പൊ കഴിഞ്ഞ ബാബിൽ ആളുകൾ ശിർക്കിലേക്ക് എത്തുന്ന അവസ്ഥ പറഞ്ഞല്ലോ പല രീതിയിലൂടെ. അപ്പൊ ആ കവാടങ്ങൾ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടച്ചിട്ടുണ്ട് എന്നറിയിക്കുന്ന തെളിവുകൾ കൂടിയാണ് ഈ ബാബിൽ കൊടുത്തിട്ടുള്ളത്. ഇതിൽ ഒന്നാമത്തേത് ഒരായത്താണ്, വഖൗലില്ലാഹി തആല ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും. ഖുർആനിലെ സൂറത്തു തൗബയിലെ 128-ാമത്തെ ആയത്താണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിച്ചതുമായി ബന്ധപ്പെട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയുന്ന ഒരു കാര്യമാണത്. എന്താണ് പറയുന്നത്? ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും, നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്കിതാ ഒരു റസൂലിനെ നിയോഗിച്ചിരിക്കുന്നു. അസീസുൻ അലൈഹി മാ അനിത്തും, നിങ്ങൾക്ക് ദോഷമുണ്ടാകുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാക്കുന്ന കാര്യങ്ങൾ, അതിൽ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരാളാണ് നിങ്ങൾക്ക് അയച്ചിട്ടുള്ള റസൂൽ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയാണ്. അതിന്റെ ബാക്കി നമുക്ക് കാണാം, ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, മുഅ്മിനീങ്ങൾക്ക് നന്മയുണ്ടാക്കുന്ന വിഷയത്തിൽ അതിയായ താല്പര്യമുള്ളവനും മുഅ്മിനീങ്ങളോട് അതിയായ കൃപയുള്ളവനും കാരുണ്യം കാണിക്കുന്നവനുമാണ് എന്നുള്ളത്. ഈ ആയത്ത് ഇവിടെ കൊടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്ര ഗൗരവത്തിൽ ഈ ഉമ്മത്തിനെ ശിർക്കിനെ തൊട്ട് താക്കീത് ചെയ്തിട്ടുണ്ട്. അപ്പോ നമുക്ക് നമ്മുടെ സ്വന്തത്തിനോട് തോന്നുന്ന കാരുണ്യത്തെക്കാളും നമുക്ക് നമ്മുടെ സ്വന്തത്തിന് നന്മയുണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നതിനേക്കാളും നമുക്ക് നന്മ ആഗ്രഹിച്ച ആളാരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസിൽ കാണാം, നിങ്ങൾ ഒരു പ്രകാശത്തിലേക്ക്, ഒരു തീയിലേക്ക് പാഞ്ഞെടുക്കുന്ന പാറ്റകളെ പോലെ അല്ലെങ്കിൽ അതുപോലെയുള്ള പ്രാണികളെ പോലെയാണ്. ഞാൻ നിങ്ങളെ അരക്കെട്ട് പിടിച്ച് തിരിച്ച് വലിക്കുന്നവനാണ് എന്ന് പറഞ്ഞു. അഥവാ നരകത്തിലേക്ക് വീണുകൊണ്ടിരിക്കുന്ന ആ രീതിയിലുള്ള മാർഗത്തിൽ നിന്ന് നേരായ മാർഗത്തിലേക്ക് വലിച്ചിടുന്ന ആളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ഉപമ പറഞ്ഞത് കാണാം. അപ്പൊ നമുക്ക് നാളെ പരലോകത്തേക്ക് നന്മ വരണം, നമ്മൾ വിജയിക്കണം എന്നുള്ളതിൽ ഏറ്റവും അധികം നമുക്ക് നമ്മുടെ സ്വന്തത്തിന് നമ്മൾ എന്ത് ചെയ്യും? നമ്മളിപ്പോ പാപം ചെയ്യും,
പരലോകം മറന്നുകൊണ്ട് ചിലപ്പോൾ തിന്മകളിൽ മുഴുകും, അല്ലെങ്കിൽ അശ്രദ്ധയിലാകും. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോഴെല്ലാം ഈ ഉമ്മത്തിനോട് അത്രയും അധികം കാരുണ്യമുള്ള കൃപയുള്ള ആളായിരുന്നു. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൗഹീദിനോട് അത്രയും കൽപ്പിക്കുകയും ഷിർക്കിന്റെ ചെറിയ ഇനങ്ങളെ പോലും വിരോധിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ഓർമ്മിപ്പിക്കാനാണ് ഈ ആയത്ത് ഈ ബാബിൽ ആദ്യം കൊടുത്തിട്ടുള്ളത്. അടുത്ത ഹദീസ് വഅൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, ലാ തജ്അലു ബുയൂതകും ഖുബൂറ, നിങ്ങൾ നിങ്ങളുടെ ഭവനങ്ങളെ ഖബറുകളാക്കി മാറ്റരുത്. വലാ തജ്അലു ഖബ്രി ഈദ, എന്റെ ഖബറിനെ നിങ്ങളൊരു ഈദാക്കി ആഘോഷ സ്ഥലമാക്കി മാറ്റരുത്. വസല്ലു അലയ്യ ഫഇന്ന സ്വലാതകും തബ്ലുഗുനി ഹൈഫു കുൻതും, നിങ്ങൾ എന്റെ മേലെ സ്വലാത്ത് ചൊല്ലുക, നിങ്ങൾ എവിടെയാണെങ്കിലും ആ സ്വലാത്ത് എന്റെ അടുക്കൽ എത്തിക്കപ്പെടുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. എന്താണ് ഈ ഹദീസിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ? ആദ്യം പറഞ്ഞ കാര്യം ലാ തജ്അലു ബുയൂതകും ഖുബൂറ, നിങ്ങളുടെ ഭവനങ്ങളെ ഖബറിടമാക്കി നിങ്ങൾ മാറ്റരുത് എന്നാണ്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശം? നമുക്കറിയാം, വീടുകൾ എന്നുള്ളത് നമ്മൾ നമ്മുടെ കുടുംബമായി താമസിക്കുന്ന അതുപോലെയുള്ള മറ്റു പല കാര്യങ്ങൾ മുഴുകുന്ന ഒരു മസ്ജിദ് പോലെ ഒരിക്കലും വീടാകില്ല, വീട് പോലെ മസ്ജിദും ആകില്ല. അപ്പോ ഖബറിടമാക്കരുത് എന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ച കാര്യം എന്താണ്? ബാക്കിയുള്ള പല ഹദീസുകളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മിപ്പിച്ചിട്ടുള്ള കാര്യമാണ്, സുന്നത്തായ ജമാഅത്തായ നിസ്കാരങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള നഫ്ലുകളായ നിസ്കാരങ്ങൾ നിങ്ങൾ നിസ്കരിക്കാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ളത് വീടുകൾക്കകത്താണ്. അതുപോലെ ഖുർആൻ പാരായണം, ദിക്റുകൾ, അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ, ഇതുപോലുള്ള കാര്യങ്ങൾ വീടുകളിലും ഉണ്ടാവണം. പല ആളുകളുടെയും വീടുകളിൽ നിസ്കാരം കൃത്യമായി നിസ്കരിക്കുന്ന ഇബാദത്തുകൾ നിർവഹിക്കുന്ന ആളുകളായിരിക്കും. പക്ഷെ വീടുകളിൽ വെച്ച് ഒരു നിസ്കാരം നിർവഹിച്ചിട്ട് ഒരുപാട് കാലമായിട്ടുണ്ടാകും, അല്ലെങ്കിൽ വീട്ടിലിരുന്നു കൊണ്ട് ഖുർആൻ പാരായണം ചെയ്തിട്ട് കുറെ കാലമായിട്ടുണ്ടാകും, അല്ലെങ്കിൽ വീട്ടിലിരുന്നു കൊണ്ട് ദിക്ർ ചെയ്തിട്ട് കുറെ കാലമായിട്ടുണ്ടാകും. അതിനെക്കുറിച്ച് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ ഇവിടെ ഖബറാക്കരുത് എന്ന് പറഞ്ഞാൽ ഖബറിന്റെ അടുക്കൽ ഒരിക്കലും എന്തുണ്ടാകാൻ പാടില്ല? ഖബറിന്റെ അടുക്കൽ പോയി നിസ്കരിക്കുന്നതോ, അല്ലെങ്കിൽ ഖബറിന്റെ അടുക്കൽ ഇരുന്ന് ഖുർആൻ ഓതുന്നതോ, അല്ലെങ്കിൽ ഖബറിന്റെ അടുക്കൽ പോയിട്ട് വേറെ ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതോ, ഖബറാളികൾക്ക് വേണ്ടി ദുആ ചെയ്യുക അനുവദിച്ചതല്ല. അതല്ലാതെ രീതിയിലുള്ള നിസ്കാരമോ അതുപോലെയുള്ള കാര്യങ്ങളൊന്നും ചടഞ്ഞുകൂടിയിരിക്കുക, ഇഴ്തികാഫിരിക്കുക, ഈ കാര്യങ്ങളൊന്നും ദീനിലില്ല. അതുകൊണ്ടാണ് വീടുകളെ ഖബറാക്കരുത് എന്ന ഉദ്ദേശം. വീടുകൾ നിങ്ങൾ നിസ്കരിക്കാത്ത, ഖുർആൻ ഓതാതെ ഒരു സ്ഥലമാക്കി നിങ്ങൾ മാറ്റരുത്. വീടുകളിൽ വെച്ച് സുന്നത്തായ നിസ്കാരങ്ങൾ നിസ്കരിക്കണം, വീടുകളിൽ വെച്ച് ഖുർആൻ ഓതണം എന്നാണ് അതുകൊണ്ട് ഉദ്ദേശം. അതോടൊപ്പം പറഞ്ഞു വലാ തജ്അലു ഖബ്രി ഈദ, എന്റെ ഖബറിനെ നിങ്ങൾ എന്താക്കരുത്? ഈദാക്കരുത്. ഈദ് എന്ന് പറഞ്ഞാൽ ആദ യഊദു എന്നുള്ള പദത്തിൽ വന്നിട്ടുള്ളത്. ആദ എന്ന് പറഞ്ഞാൽ മടങ്ങുന്നത് എന്നാണ്. അഥവാ കൃത്യമായ ഒരു സമയത്ത് ഓരോ വർഷവും അല്ലെങ്കിൽ ഓരോ കൃത്യമായ സമയത്ത് മടങ്ങി ആഘോഷിക്കുന്നതിനാണ് ഈദ് എന്ന് പറയുന്നത്. ഇപ്പോ ആഴ്ചയിലെ ഈദുൽ ഉസ്ബു ആണെന്ത്? ജുമുഅ, മടങ്ങി വരുന്നത്. അതുപോലെ തന്നെ വർഷത്തിലെ 2 ഈദുകൾ, ശവ്വാൽ 1-നും ദുൽഹിജ്ജ 10-നും 2 ഈദുകളുണ്ട്. അത് എല്ലാ വർഷവും മടങ്ങി വരും. അതിനാണ് ഈദ് എന്ന് പറയാ. അപ്പോ അങ്ങനെ ഒരു ആഘോഷം നടക്കുന്ന, അല്ലെങ്കിൽ സ്ഥിരമായി ഒരു ദിവസം നിശ്ചയിച്ചുകൊണ്ട്, ഒരു സമയം നിശ്ചയിച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ഒരുമിച്ച് കൂടുന്ന ഒരാഘോഷമാക്കുന്ന ഒരവസ്ഥ എന്റെ ഖബറിൽ ഉണ്ടാകരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മത്തിനോട് പറയാണ്. അപ്പൊ നോക്കി, ഈ 2 കാര്യങ്ങൾ തമ്മിലുള്ള ബന്ധം ആലോചിച്ച് നോക്കി. ഒന്ന്, ഖബറിന്റെ അടുക്കൽ ഇബാദത്തുകൾ ഇല്ല എന്ന് മനസ്സിലാക്കുകയും, 2, മുൻഗാമികൾ പിഴച്ചുപോയത് അവരുടെ നബിമാരുടെ ഖബറിന്റെ അടുക്കൽ അവർ ആഘോഷ സ്ഥലമായിട്ടും മസ്ജിദായും തെരഞ്ഞെടുത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ വിരോധിച്ചുകൊണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അതോ ശിർക്കിലേക്ക് ഒരു തരത്തിലും കടന്നു പോകരുത് എന്ന് മനസ്സിലാക്കി തരികയാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമ്മൾ വീട്ടേണ്ട ചില ഹക്കുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഹുബ്ബ് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമ്മൾ വീട്ടേണ്ട നമ്മുടെ ബാധ്യതയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മേലെ സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത്. ധാരാളം ഫദ്ലുള്ള, ഒരു പക്ഷേ നമ്മൾ മനസ്സിലാക്കിയതിനേക്കാൾ കൂടുതൽ ശ്രേഷ്ഠതയുള്ള ഒരു കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലെ സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത്. അതാണ് തുടർന്ന് പറഞ്ഞത്, വസല്ലു അലയ്യ, എന്റെ മേലെ നിങ്ങൾ സ്വലാത്ത് ചൊല്ലുക. ഫഇന്ന സ്വലാതകും തബ്ലുഗുനി ഹൈസു കുൻതും,
നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങളുടെ സ്വലാത്ത് എന്റെ അടുക്കലേക്ക് എത്തിക്കപ്പെടുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ അടുക്കൽ നിന്നുകൊണ്ട് ഒരാൾ സ്വലാത്ത് ചൊല്ലിയാലും സലാം പറഞ്ഞാലും, ഇനി വേറെ ഏതെങ്കിലും കിലോമീറ്റർ കണക്കിന് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വലാത്ത് ചൊല്ലിയാലും സലാം പറഞ്ഞാലും രണ്ടും ഒരുപോലെയാണ്. രണ്ടും തമ്മിൽ ഒരു വ്യത്യാസമില്ല. പല ആളുകൾക്കും തെറ്റായ ഒരു ധാരണയാണ്. അവിടെ പോണ ആളുകൾക്ക് കുറച്ച് സലാം നബിനോട് പറയണം, കുറച്ച് സ്വലാത്ത് നബിക്ക് വേണ്ടി അവിടെ ചെല്ലണം. ഒരിക്കലുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിനോട് ഏറ്റവും അടുത്ത് നിന്ന് സ്വലാത്ത് ചൊല്ലിയാലും ഏറ്റവും അടുത്ത് നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സലാം പറഞ്ഞാലും, നമ്മൾ നമ്മുടെ വീടിന്റെ അകത്തുള്ള നമ്മുടെ മുറിയിൽ നിന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മേലെ സ്വലാത്ത് ചൊല്ലിയാലും സലാം പറഞ്ഞാലും രണ്ടും ഒരു വ്യത്യാസമില്ല. ഒരുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ എത്തിക്കപ്പെടുന്നതാണ്. അതറിയിക്കുന്ന മറ്റൊരു സംഭവം കൂടിയാണ് അടുത്ത ഹദീസ്. വൻ അലി ഇബ്നുൽ ഹുസൈൻ റളിയല്ലാഹുവിന്റെ മകനായ അലി, അഥവാ അലി റളിയല്ലാഹുവിന്റെ മകനായിട്ടുള്ള ഹുസൈൻ റളിയല്ലാഹുവിന്റെ മകനായിട്ടുള്ള അലി സൈനുൽ ആബിദീൻ എന്നു പേരുള്ള അലി, അദ്ദേഹം ഒരു ദിവസം അന്നഹു റഅ റജുലൻ യജീഉ ഇലാ ഫുർജത്തിൻ കാനത്ത് ഇൻദ ഖബ്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കാലഘട്ടത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ അങ്ങനെ എല്ലാവർക്കും വെളിവായി കൊടുക്കുന്നില്ല, എല്ലാവർക്കും തുറന്നു കൊടുക്കുന്ന, എല്ലാവർക്കും കാണാൻ പറ്റുന്ന അവസ്ഥയിൽ അന്നുമില്ല ഇന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ അന്ന് മുതൽ തന്നെ എല്ലാവർക്കും കാണാൻ വേണ്ടി സന്ദർശിക്കാൻ വേണ്ടി ഉള്ള രീതിയിൽ ആയിഷ റളിയല്ലാഹു അൻഹ തുറന്നു കൊടുത്തിട്ടില്ല. അതിനുശേഷമുള്ള ഒരു ഖലീഫമാരും അങ്ങനെ ആളുകൾക്ക് പൊതുവായിട്ട് ആ ഖബറിനെ തുറന്നു കൊടുത്തിട്ടില്ല. അപ്പോ ഒരിക്കൽ അലി ഇബ്നു ഹുസൈൻ കാണുകയുണ്ടായി, ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിന്റെ അടുക്കിലേക്ക് കിട്ടാൻ പറ്റുന്ന ഒരു ഇട പോലെ കാണാൻ പറ്റുന്ന, അല്ലെങ്കിൽ അന്ന് കാലത്ത് ഒന്നുകൂടി അടുത്ത് നിൽക്കാൻ പറ്റുന്ന ഒരു ഇടയിലേക്ക് ഒരാൾ ഇങ്ങനെ ചെല്ലുന്നത് കണ്ടു. ഫയദ്ഖുലു ഫീഹ ഫയദ്ഉഹ, അവിടെ ചെന്നിട്ട് അയാള് ദുആ ചെയ്യുന്നത് കണ്ടു. ഫനഹാഹു, അലി ഇബ്നു ഹുസൈൻ പറഞ്ഞു അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞു. വഖാല, എന്നിട്ട് പറഞ്ഞു, അലാ ഉഹദ്ദിസുകും ഹദീസൻ സമീഅതുഹു മിൻ അബി അൻ ജദ്ദി, എന്റെ ഉപ്പ പറഞ്ഞതായി, എന്റെ ഉപ്പ വെല്ലിപ്പയിൽ നിന്ന് ഉദ്ധരിച്ച് ഞാൻ കേട്ടിട്ടുള്ള ഒരു ഹദീസ് നിനക്ക് പറഞ്ഞു തരട്ടെയോ? അഥവാ ഹുസൈൻ റളിയല്ലാഹു അൻഹു അലി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞ ഒരു ഹദീസ് പറഞ്ഞു തരട്ടെയോ എന്ന് പറഞ്ഞു. അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തത്തഖിദു ഖബ്രി ഈദ, എന്റെ ഖബറിനെ നിങ്ങൾ ഈദായി തിരഞ്ഞെടുക്കരുത്. വലാ ബുയൂതകും ഖുബൂറ, നിങ്ങളുടെ വീടുകളെ നിങ്ങൾ ഖബറിടമാക്കുകയും ചെയ്യരുത്. ഫഇന്ന തസ്ലീമകും യബ്ലുഗ്നി ഐനമാ ഔ ഹൈസു കുൻതും, നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങളുടെ സലാം, എന്നോട് പറയുന്ന സലാം എന്റെ അടുക്കൽ എത്തിക്കപ്പെടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അറിയിച്ചു കൊടുക്കുകയാണ്. ഇതേപോലെ ഒന്ന് രണ്ട് ചരിത്രം കാണാം. ഓർമ്മ ശരിയാണെങ്കിൽ ഈ അലി സൈനുൽ ആബിദീൻ തന്നെയാണ്. ഒരു വ്യക്തി എപ്പോഴും ഇടക്കിടക്ക് ചെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിന്റെ അടുക്കൽ പോയി സലാം പറയുന്നുണ്ട്. അപ്പൊ കുറച്ച് അധികമായി കണ്ടപ്പോൾ ഞാൻ വിളിച്ചു പറഞ്ഞു, നീ എന്താ ചെയ്യുന്നു ചോദിച്ചു. അപ്പൊ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം പറയാൻ പോയതാന്ന് പറഞ്ഞു ഖബറിന്റെ അടുക്കൽ. അപ്പൊ പറയുന്നുണ്ട്, നീ ഇവിടെ നിന്ന് സലാം പറഞ്ഞാലും അന്ദലുസിലുള്ള ഒരാൾ സലാം പറഞ്ഞാലും അഥവാ ഇന്നത്തെ സ്പെയിൻ ഭാഗത്തുള്ള ഒരാൾ സലാം പറഞ്ഞാലും ഒരുപോലെ തന്നെയാണ് എന്ന്. ഒരിക്കലും സഹാബികളോ താബീങ്ങളോ ഒന്നും എല്ലാ ദിവസവും പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിന്റെ അടുക്കൽ പോയി സലാം പറയുന്ന രീതിയൊന്നുമില്ല. അവര് ഒന്നെങ്കിൽ യാത്ര കഴിഞ്ഞ് വന്നാലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില സന്ദർഭത്തിൽ മാത്രമാണ് ഖബറിന്റെ അടുക്കൽ പോയി സലാം പറയുന്ന രീതി ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതുപോലും അഥവാ അങ്ങനെ തന്റെ ഖബറിനെ ഒരു ആഘോഷമാക്കി എടുക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകരുത് എന്ന നിലക്കും ഖബറിൽ ഇതുപോലെയുള്ള ഇബാദത്തുകൾ നിർവഹിക്കപ്പെടില്ല, അത് വീടുകളിൽ ആണ് ഇബാദത്തുകൾ നിർവഹിക്കേണ്ടത്, അല്ലെങ്കിൽ മസ്ജിദുകളിലാണ് എന്ന് അറിയിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ ചെയ്തിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഇതിപ്പോ കിതാബ് തൗഹീദിലെ ബാബിൽ ഈ രണ്ട് കാര്യങ്ങൾ കൊടുത്തിട്ടുള്ളൂ. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പല രീതിയിൽ ശിർക്കിലേക്കുള്ള എല്ലാ കാര്യത്തെയും വിരോധിച്ചിട്ടുണ്ട്. ഇപ്പോ സൂര്യൻ ഉദിക്കുന്ന ആ സമയത്തും അസ്തമിക്കുന്ന സമയത്തും നിസ്കാരം വിരോധിച്ചത് എന്തുകൊണ്ടാണ്? കാരണം അതുപോലെ സൂര്യൻ ഏറ്റവും മധ്യത്തിലുള്ളപ്പോഴും ആ സമയത്ത് ഖബർ മറമാടാനും വിരോധിച്ചത് എന്തുകൊണ്ടാണ്? കാരണം ആ സമയത്ത് സൂര്യനെ ആരാധിക്കുന്ന ആളുകൾ അങ്ങനെ സുജൂദ് ചെയ്യുന്ന സമയമാണ്. അപ്പൊ ഒരു താരതമ്യം പോലും ഒരു സാദൃശ്യം പോലും ഉണ്ടാകരുത് എന്ന നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മുമ്പ് വായിച്ചൊരു ബാബിലുണ്ടായിരുന്നു, മുശ്രിക്കീങ്ങളുടെ ആഘോഷം നടക്കുന്നതോ മുശ്രിക്കീങ്ങൾ അവരുടെ ഇലാഹിന് വേണ്ടി അറവ് നടത്തിയിരുന്നതോ ആയ സ്ഥലത്ത് അള്ളാഹുവിന് വേണ്ടി പോലും അറവ് നടത്താൻ പാടില്ല എന്നുള്ളത്. കാരണം ഒരു തരത്തിലും ഒരു സാമ്യത ശിർക്കിലേക്ക് ഒരു തരത്തിലും കടക്കാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ തൗഹീദിനെ സംരക്ഷിച്ചിട്ടുണ്ട്.
ഈ ബാബിന്റെ ഷർഹ് ഇമാം സഅദി റഹിമഹുള്ളയുടെ ഖൗലു സദീദ് എന്ന കിതാബ് കൊടുത്തിട്ടുള്ളത്. ബാബു ഹിമായത്തുൽ മുസ്തഫ ഹിമത്ത് തൗഹീദ് വസദ്ദുഹു കുല്ല ത്വരീഖൻ യുവസ്സിലു ഇല ശിർക്ക്. ഇതിൽ ജനാബത്ത് തൗഹീദ് എന്നാണ്. ഇതിൽ വസദ്ദിഹി കുല്ല ത്വരീഖൻ യുവസ്സിലു ഇല ശിർക്ക്. ഹിമത്ത് തൗഹീദ് ചെറിയ വാക്ക്, രണ്ടും അർത്ഥം തന്നെയാണ്. ഈ ഷർഹിൽ പറയാണ്, മൻ തഅമ്മല നുസൂസൽ കിതാബി വസ്സുന്ന, ആരെങ്കിലും ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനങ്ങൾ പ്രമാണങ്ങൾ ഉറ്റാലോചിച്ചു കഴിഞ്ഞാൽ, ഫി ഹാദൽ ബാബ്, ഈ പറഞ്ഞിട്ടുള്ള അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൗഹീദിനെ സംരക്ഷിച്ച ഷിർക്കിലേക്കുള്ള മാർഗങ്ങൾ തടഞ്ഞിട്ടുള്ളത് പരിശോധിച്ചു നോക്കിയാൽ, ചിന്തിച്ചാൽ, റഅ നുസൂസൻ കസീറതൻ തഹഫു അലൽ ഖിയാം ബികുല്ലി മാ യഖ്വി തൗഹീദ് വയൻമീഹി വയഗ്ദീഹ്, അവന് കണ്ടെത്താൻ സാധിക്കും ധാരാളം കാര്യങ്ങൾ തൗഹീദിനെ നിലനിർത്താനും അതിനെ ശക്തിപ്പെടുത്താനും അതിനെ പരിപോഷിക്കാനുമായ കാര്യങ്ങൾ ഉണ്ടാകണമെന്ന് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ മിനൽ ഹസ്രി അലൽ ഇനാബത്തി ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് മാത്രം മടങ്ങണമെന്ന് പ്രോത്സാഹനം നൽകിക്കൊണ്ട്, വഇൻഹിസാരി തഅല്ലുഖിൽ ഖൽബി ബില്ലാഹി റഗ്ബതൻ വറഹ്ബതൻ, ഭയം കൊണ്ടും പ്രതീക്ഷ കൊണ്ടും അല്ലാഹുവിനോട് മാത്രമേ ഖൽബ് തഅല്ലുഖാകാൻ പാടുകയുള്ളൂ എന്ന് പഠിപ്പിച്ചത്. വഖുവ്വത്തു തംഇ ബിഫദ്ലിഹി വഇഹ്സാനിഹി, അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഔദാര്യങ്ങൾ, അതുപോലെയുള്ള ഫദ്ലുകൾ, അതിനോടുള്ള ആഗ്രഹം ഉണ്ടാകണമെന്ന്. വസഈ ലിതഹ്സീലി ദാലിക വഇലാ തഹർറുരി മിൻ റഹ്കിൽ മഖ്ലൂഖീൻ വഅദമി തഅല്ലുഖ് ബിഹിം, അതുപോലെ തന്നെ ഒരു തരത്തിലും അള്ളാഹുവിന്റെ റിസ്ക് അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഔദാര്യം അത് തേടാൻ വേണ്ടി പരിശ്രമിക്കുക. ഒരു തരത്തിലും സൃഷ്ടികളുമായിട്ട് ഖൽബ് തഅല്ലുഖാവുന്ന, അവരുമായി ഈ ഭയത്തിലോ പ്രതീക്ഷയിലോ ഇഷ്ടത്തിലോ ആ ഒരു ഖൽബ് കൊണ്ടുള്ള തഅല്ലുഖ്, ആ ഒരു ബന്ധം, അതൊന്നും ഉണ്ടാകാതിരിക്കണം എന്നുള്ളത് ഈ പ്രമാണങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാകും. ബിവജ്ഹിൻ മിനൽ വുജൂഹി അവിൽ ഗുലൂവ് ഫീ അഹദിൻ മിൻഹും, ഏത് തരത്തിലാണെങ്കിലും, ഒന്നെങ്കിൽ ഏതെങ്കിലും ഒരു തരത്തിലുണ്ടാവുക, അതല്ല എങ്കിൽ ഒരാളുടെ മേലെ ഗുലൂവായിക്കൊണ്ട്. അഥവാ അപ്പോൾ ശിർക്ക് ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് ആളുകൾ ശിർക്കിലേക്ക് പോകുന്നത്? അള്ളാഹു അല്ലാത്ത ഒരാളിൽ ഒന്നെങ്കിൽ പ്രതീക്ഷിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അയാളുടെ എന്തെങ്കിലും ഭയപ്പെട്ടുകൊണ്ട്. അപ്പൊ ഇതൊന്നും ഒരു സൃഷ്ടിയുമായി ബന്ധമില്ലാതെ അള്ളാഹുമായിട്ടായിരിക്കണം ഖൽബ് തഅല്ലുഖ് എന്ന് അറിയിക്കുന്ന പ്രമാണങ്ങൾ ധാരാളം കാണാൻ സാധിക്കും. والقيام التام بالاعمال الظاهره والباطنه وتكميلها, അതുപോലെ തന്നെ പൂർണ്ണമായിട്ടുള്ള അമാലുകൾ, ളാഹിറായതാവട്ടെ ബാത്തിനായതാവട്ടെ, ആ അമാലുകൾ പൂർത്തീകരിക്കുക എന്നുള്ളത്. വഖുസൂസൻ ഹസ്സൻ നുസൂസു അലാ റൂഹിൽ ഉബൂദിയ്യ, അതിൽ ഏറ്റവും പ്രത്യേകമായത് ഉബൂദിയത്തിന്റെ റൂഹായിട്ടുള്ള കാര്യമാണ്. വഹുവൽ ഇഖ്ലാസു താം ലില്ലാഹി വഹ്ദ, പൂർണ്ണമായ ഇഖ്ലാസ് അല്ലാഹുവിലേക്ക് മാത്രമാക്കുക. അതായത് ഈ പറഞ്ഞത് ഖുർആനും സുന്നത്തും പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. അള്ളാഹുവിനോട് മാത്രം ഖൽബ് തഅല്ലുഖാകുന്നതും അള്ളാഹുവിനോടുള്ള കടമകൾ പൂർത്തീകരിക്കുന്നതും തൗഹീദ് പൂർത്തീകരിക്കുന്നതും അതിനാവശ്യമായ ഇബാദത്തുകൾ പൂർത്തീകരിക്കുന്നതും ഇതിന്റെ എല്ലാം ആകത്തുകയായിട്ടുള്ള ഇഖ്ലാസിനെ നിലനിർത്താനുമുള്ള പ്രോത്സാഹനമാണ് നമുക്ക് കാണാൻ സാധിക്കുക. എന്നിട്ട് പറയാണ്, സുമ്മ ഫീ മുഖാബലത്തി ദാലിക, അതിനോട് യോജിച്ചിട്ട് തന്നെ പറയുന്ന മറ്റൊരു കാര്യമാണ്, നഹ അൻ അഖ്വാലിൻ വഅഫ്ആലിൻ ഫീഹാ അൽഗുലൂ ബിൽ മഖ്ലൂഖീൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിട്ടുണ്ട്. ഏത് തരത്തിൽ സൃഷ്ടികളെ ഏതെങ്കിലും തരത്തിൽ അതിര് കവിയുന്നത്, അത് വാക്കുകൊണ്ടാവട്ടെ പ്രവർത്തനം കൊണ്ടാവട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിട്ടുണ്ട്. നോക്കി ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്ന് കുറച്ച് അറാബികൾ പറഞ്ഞു, അൻത സയ്യിദുന, നിങ്ങളെ ഞങ്ങളുടെ സയ്യിദാണെന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദാണ്, യഥാർത്ഥത്തിൽ സയ്യിദാണ്. പക്ഷേ സയ്യിദ് ബനി ആദം, മനുഷ്യരുടെ സയ്യിദാണ്. പക്ഷേ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് മറുപടി പറയുന്നത് ഞാനല്ല, അല്ലാഹു ആണ് സയ്യിദ് എന്നാണ്. കാരണം അറാബികൾ പുതുതായി ഇസ്ലാമിലേക്ക് വന്നിട്ടുള്ള ആളുകളാണ്. അപ്പൊ വാക്കുകൊണ്ട് പോലും അവർക്ക് ഒരു ധാരണ പിശക് പോലും അള്ളാഹുമായി ബന്ധപ്പെട്ടുണ്ടാകരുത് എന്ന നിലക്ക് അതിനെ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അനുവദനീയമായിട്ട് കൂടി പല കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേണ്ട എന്ന് പറഞ്ഞ് കാണാൻ സാധിക്കും. എന്തിന്റെ അടിസ്ഥാനത്തിൽ? എന്നിട്ട് അള്ളാഹുലേക്ക് ചേർത്തി പറഞ്ഞിട്ടുണ്ട്. കാരണം ഒരു തരത്തിലും ശിർക്കിലേക്ക് പോകരുത്. അതിന് ഉദാഹരണമാണ് മാഷാ അല്ലാഹു വശിഅ്ത എന്ന പോലെയുള്ള വാക്കുകളെല്ലാം. എന്നിട്ട് പറയാണ്, വനഹാ അനി തശബ്ബുഹി ബിൽ മുശ്രിക്കീൻ, അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ്
മുശ്രിക്കീങ്ങളോട് സാദൃശ്യപ്പെടരുത് എന്ന് വിരോധിച്ചിട്ടുള്ളത്. നാട്ടിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിലും ഏതെങ്കിലും നാട്ടിലാണെങ്കിലും മുശ്രിക്കീങ്ങളുടേതായി അറിയപ്പെട്ടിട്ടുള്ള രൂപമോ വേഷമോ സംസ്കാരമോ സ്വഭാവമോ പെരുമാറ്റമോ ഒന്നും ആർക്ക് പാടില്ല? മുസ്ലിമീങ്ങൾക്ക് പാടില്ല. അഹ്ലുൽ കിതാബുകാരോട് ചെറിയ വിഷയത്തിൽ പോലും എന്തു പറഞ്ഞിട്ടുണ്ട്? പിന്നെ അകൽച്ച പറഞ്ഞിട്ടുണ്ട്. നിസ്കരിക്കുമ്പോൾ ചെരുപ്പിടുന്നതും ഇല്ലാത്തതുമായി ബന്ധപ്പെട്ടിട്ടുള്ള, ചെറുവാല് ധരിക്കുന്നതും ധരിക്കാത്തതുമായി ബന്ധപ്പെട്ടുള്ള ഏത് ചെറിയ വിഷയത്തിൽ പോലും അവരോട് എതിരാകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ലിഅന്നഹു യദ്ഉ ഇലൽ മൈലി ഇലൈഹിം. കാരണം എന്താണ്? എന്തുകൊണ്ടാണ് മുശ്രിക്കുകൾ സാദൃശ്യപ്പെടരുത് എന്ന് പറയുന്നത്? അവരിലേക്ക് ഒരു ചായ്വ് വരുമെന്നുള്ളതുകൊണ്ട്, അവരിലേക്കൊരു ചായ്വ് വരും എന്നുള്ളതുകൊണ്ട് അതുപോലും ഉണ്ടാകരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. വനഹ അൻ അഖ്വാലിൻ വഅഫ്ആലിൻ യുഖ്ശാ അൻ യുതവസ്സല ബിഹാ ഇല ശിർക്ക്. ശിർക്കിലേക്ക് ഏതെങ്കിലും തരത്തിൽ നയിക്കപ്പെടുമെന്ന് തോന്നുന്ന വാക്കും പ്രവർത്തനങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിട്ടുണ്ട്. ഒരാളുടെ മുമ്പിൽ റുക്കൂ ചെയ്യാൻ പറ്റുമോ? നമുക്ക് പറ്റൂല. ഒരാളുടെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ പറ്റുമോ? നമുക്ക് പറ്റൂല. അതുപോലെ ഒരാളുടെ പരിധി വിട്ടുകൊണ്ട് പുകഴ്ത്തുന്ന വാക്കുകൾ പറയാൻ പറ്റുമോ? പറ്റൂല. ഒരു തരത്തിലും ശിർക്കിന്റെ ഒരു അംശത്തിലേക്ക് പോകാതെ വാക്കും പ്രവർത്തനവും തടഞ്ഞിട്ടുണ്ട്. കുല്ലു ദാലിക ഹിമായത്തുൽ ലിത്തൗഹീദ്. എന്തിനു വേണ്ടിയിട്ടാണത്? തൗഹീദിനെ സംരക്ഷിക്കാൻ വേണ്ടി. വനഹിയുൻ അൻ കുല്ലി സബബിൻ യുവസ്സിലു ഇല ശിർക്ക്. ശിർക്കിലേക്ക് എത്തുന്ന എല്ലാ കാരണത്തെയും തടയാൻ വേണ്ടിയിട്ട്. വദാലിക റഹ്മത്തുൻ ബിൽ മുഅ്മിനീൻ. അത് മുഅ്മിനീങ്ങളോടുള്ള റഹ്മത്താണ്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഅ്മിനീങ്ങളോട് കാണിക്കുന്ന റഹ്മത്ത് എന്ന് പറഞ്ഞത്. ലിയതഹഖഖു ബിൽ ഖിയാമി ബിമാ ഖുലിഖു ലഹു മിൻ ഉബൂദിയത്തില്ലാ അല്ലാഹിറ വൽ ബാത്തിന. എന്തിനു വേണ്ടി? ഏതൊന്നിനാണോ അവർ സൃഷ്ടിക്കപ്പെട്ടത് അതവർ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട്, അഥവാ ബാഹ്യമായതും ആന്തരികവുമായിട്ടുള്ള ഇബാദത്തുകൾ അല്ലാഹുവിന് വേണ്ടി നിർവഹിക്കാൻ വേണ്ടിയിട്ട്. വതക്മീലിഹാ ലിതുക്മല ലഹുമുസ് സഅദ വൽ ഫലാഹ്. അതുപോലെ ഇബാദത്തുകൾ പൂർത്തീകരിക്കാൻ, അതുകൊണ്ട് മാത്രമേ എന്തുണ്ടാവുകയുള്ളൂ? അവരുടെ സൗഭാഗ്യവും അവരുടെ വിജയവും രക്ഷയും എല്ലാം അവർക്ക് ലഭിക്കുകയുള്ളൂ. വശവാഹിദു ഹാദിഹിൽ ഉമൂർ കസീറത്തുൻ മഅറൂഫ. ഈ ഒരു കാര്യത്തിനുള്ള തെളിവുകൾ നമുക്ക് ധാരാളമായി ഈ ഖുർആനിലും ഹദീസിലും അറിയപ്പെട്ടിട്ടുണ്ട്. ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും നമുക്ക് ലഭിക്കുന്നതുമാണ്. ഇത് ഒരു ചെറിയ കാര്യമല്ല. കാരണം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇഗാസത്തുൽ ലഹ്ഫാൻ, ഇബ്നു ഖയ്യിം റഹിമഹുള്ളയുടെ ഇഗാസത്തുൽ ലഹ്ഫാൻ എന്നുള്ള കിതാബിൽ ഇബ്നു ഖയ്യിം റഹിമഹുള്ള പറയുന്നുണ്ട് എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൗഹീദിനെ സംരക്ഷിച്ചിട്ടുള്ളത് എന്നുള്ളത്. ചെറിയ ചെറിയ വിഷയങ്ങളിൽ പോലും അതിനെ കാത്തു സംരക്ഷിച്ച രീതികൾ നമുക്ക് കാണാൻ സാധിക്കും. ചെറിയ ചെറിയ വിഷയങ്ങളിൽ പോലും. അപ്പൊ അങ്ങനെ തൗഹീദിനെ സംരക്ഷിക്കുകയും ശിർക്കിലേക്ക് എത്തുന്ന ചെറിയ വാക്കുകളെയും പ്രവർത്തനങ്ങളെയും പോലും വിരോധിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അടുത്ത ബാബ് ഇൻഷാ അല്ലാഹ് അടുത്ത ദർസിലെടുക്കാം. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക് أشهد أن لا إله إلا أنت أستغفرك وأتوب إليك وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين.